ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് എന്തിനാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്? കളിക്കാനോ? എന്ത് വീഡിയോ എടുക്കണേ? ഇത് വെച്ച് സ്ലൈഡോ? നമ്മളിന്ന് ഇത് വെച്ചൊരു എയ്റോപ്ലെയിനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പേപ്പർ ഗ്ലാസ് വെച്ച് പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു അടിപൊളി എയ്റോപ്ലെയിൻ ഉണ്ടാക്കണതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോണത് കേട്ടോ. വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്. അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പൊ തന്നെ കാണാൻ പറ്റും കേട്ടോ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ, ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഒരു പേപ്പർ ഗ്ലാസ് നമ്മൾ ആദ്യം തന്നെ എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇൻട്രോ വീഡിയോയിൽ എയ്റോപ്ലെയിൻ എന്നാണ് കേട്ടോ പറഞ്ഞത്. എയ്റോപ്ലെയിൻ അല്ല, സംഭവം ഹെലികോപ്റ്റർ ആണ്. ആ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയി. പിന്നെ ആ ഇൻട്രോ വീഡിയോ എന്തോ മാറ്റാൻ തോന്നിയില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പേപ്പർ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ റെഡ് കളർ ഇതേപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഒരു വൃത്തി തോന്നും കാണാൻ. അതിനു വേണ്ടിയാണ്. ഉൾഭാഗത്തൊന്നും അടിക്കണില്ല, പുറം ഭാഗം ഫുള്ള് കവർ ചെയ്യണ രീതിയിൽ നമ്മൾ ഈ റെഡ് കളർ ഫുൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ അടിഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ റെഡ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക. ഇത് സാധാരണ ഒരു ബോണ്ട് പേപ്പർ ആണ്. നമ്മുടെ ഹെലികോപ്റ്റർ നല്ല ഭംഗിയായിട്ടിരിക്കാൻ ഈ ബോണ്ട് പേപ്പറിൽ ഒരു സെമി സർക്കിൾ രൂപത്തിൽ ഒരു 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഹെലികോപ്റ്ററിലൊക്കെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഗ്ലാസ് ഇല്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് തോന്നിക്കാൻ വേണ്ടിയാണ്. ഇത് ചെറിയ പിള്ളേർക്ക് വെറുതെ ഒരു കളിക്കാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ. അപ്പം ഇങ്ങനെ ഒരു സെമി സർക്കിൾ രൂപത്തിൽ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ പേപ്പർ എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സംഭവം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഇതുപോലെ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇതേപോലെ 2 റൗണ്ടും ഒരു സ്റ്റാറും. 2 റൗണ്ടിന്റെ ആവശ്യമില്ല, 1 റൗണ്ട് മതി. പിന്നെ ഇതേപോലെ ഒരു സ്റ്റാറും കൂടി നമ്മൾ പച്ച കളറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററിന്റെ ഒക്കെ പൊക്കത്തുള്ള പങ്ക പോലത്തെ ഒരു സംഭവമില്ലേ, ഫാൻ പോലത്തെ, അതുണ്ടാക്കാനാണ്. ഇതേപോലെ ഒരു 2 കാർഡ്ബോർഡിന്റെ പീസ് ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്ത് അത് ഇതേപോലെ പ്ലസ് പോലെ നമ്മൾ അതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ പ്ലസ് പോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു റെഡ് കളറിലെ ഷീറ്റ് ചാർട്ട് പേപ്പറോ എന്താ നമ്മുടെ കയ്യിലുള്ളത് അതെടുക്കുക. അത് ഇതേപോലെ കോണായിട്ട് നല്ല നീളമുള്ള ഒരു കോണിന്റെ ഷേപ്പില് മടക്കിയെടുത്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. സംഭവം ഒട്ടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയ്റോപ്ലെയിൻ ഉണ്ടാക്കാൻ പോണ സംഭവം ഇതല്ലേ, അതിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. അതിന്റെ ടോപ്പില് സെന്റർ ഭാഗത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പെൻസിലിന്റെ മുന കൊണ്ട് തന്നെയാണ് അതിന്റെ ആ ഒരു അളവിന് തന്നെയാണ് കേട്ടോ ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തേക്കണത്. ഇനി നമ്മൾ അതിന്റെ സൈഡ് വെച്ചിട്ട് നമ്മുടെ ഫാബ്രിക് പെയിന്റിന്റെ തന്നെ മൂടി കൊണ്ട് നമ്മൾ അളന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോണേ കേട്ടോ. ഈ ഒരു അളവിന് തന്നെ ബ്ലേഡ് കൊണ്ട് നമ്മൾ ആ സൈഡ് കട്ട് ചെയ്ത് മാറ്റി. ഈ ഹോളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കോൺ പോലത്തെ സംഭവം നമ്മൾ കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. വെറുതെ കയറ്റി വെച്ചാൽ മാത്രം പോരാ, ഉള്ളിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ഇട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയും കൂടി വേണം കേട്ടോ. എന്ത് ഗ്ലൂ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ പയ്യെ അത് എന്തായാലും ടൈറ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫിക്സ് ആയിട്ടിരിക്കാനും കൂടി വേണ്ടി ഒരു ഇച്ചിരി ഗ്ലൂ ഇട്ട് കൊടുക്കണം കേട്ടോ. കോണിന്റെ അറ്റത്തേക്ക് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച പച്ച സർക്കിളില്ലേ, അതും കൂടി നടുക്കൊട്ടിച്ചിട്ട് ഈ കോണിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് പശ ഒട്ടിച്ചു വെക്കണം കേട്ടോ. ചെറിയൊരു ലുക്ക് കിട്ടാനുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സെമി സർക്കിളിന്റെ 2 പീസ് 2 സൈഡിലുമായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ സ്റ്റാറും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പരിപാടി കഴിഞ്ഞിട്ടാ. ഇനി ഇതേപോലെ ഒരു കുപ്പിയുടെ മൂടി വേണം കേട്ടോ നമുക്ക്. മോള് ഇത് എന്തോരമായി എന്നറിയാൻ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടേ. നേരത്തെ ഉണ്ടാക്കിയ ആ
പ്ലസ് പോലെയുള്ള സംഭവത്തിലേക്ക് നമ്മളിതാ ഒരു റബ്ബർ ബാൻഡും ഒരു പൈപ്പ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് മാറ്റി വെക്കണുണ്ട്. അതേപോലെ തന്നെ ഇതാ പൂളിലേക്ക് നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഒരു ചെറിയൊരു സ്ട്രോയുടെ പീസ് പോലത്തെ ഒരു കഷ്ണം അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. പുറത്തേക്ക് ഒരു തരി പോലും തള്ളി നിൽക്കരുത്. ഉള്ളിലോട്ട് നല്ലോണം തള്ളി നിന്നാൽ ഒരു കുഴപ്പവും ഇല്ലതാനും. ആ രീതിയിലാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യണത്. എന്നിട്ട് ദാ ഈ റബ്ബർ ബാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. ഗ്ലാസ്സിന് ഇട്ട് വെച്ചിരുന്ന ആ ഹോളിലേക്ക് ദാ ഈ റബ്ബർ ബാൻഡും ആ സ്ട്രോ പോലത്തെ സംഭവം കൂടി നമുക്ക് ദാ ആ ഊട്ടയിലേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇറക്കി കൊടുക്കുക. അപ്പോൾ സ്ട്രോയും അതിൻ്റെ കൂടെ തന്നെ ഗ്ലാസ്സിന് ഉള്ളിലേക്ക് പോകും. എന്നിട്ട് ദാ ഇതുപോലെ റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചെടുക്കണം. വലിച്ചെടുത്തിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു കഷ്ണത്തിൽ നമ്മളത് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ സംഭവം അവിടെ തന്നെ അങ്ങോട്ട് പിടിച്ചിരുന്നോളൂ കേട്ടോ. ചെറിയൊരു പീസ് മതി. ഞാനിപ്പോൾ കിട്ടിയത് അങ്ങോട്ട് എടുത്ത് ഒപ്പിച്ചങ്ങോട്ട് ആക്കിയെന്നേ ഉള്ളൂ. ഇവ മോളെ കളിപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോ തട്ടിക്കൂട്ട് പരിപാടികളല്ലേ. പിന്നെ പിള്ളേർക്കൊക്കെ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അവരുടെ സന്തോഷം കാണാൻ വേണ്ടിയാണല്ലോ നമ്മളും ജീവിക്കണത്. എന്നിട്ട് ഇതാ ഇതൊന്നിങ്ങനെ കറക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് കറക്കി കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ ഹെലികോപ്റ്റർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് കറങ്ങണേന്ന് നമുക്ക് കാണാം. ഈ സംഭവം ഒന്ന് നമുക്ക് ഇവമോളുടെ കയ്യിൽ കൊടുത്തു നോക്കിയാലോ? വിട്ടോ ഇവ? ഇഷ്ടമായ ഇവ? സൂപ്പറാണോ? ഇനി കറക്കണം, ഇനി ചുറ്റണം. നേരത്തെ പോലെ അമ്മ ചുറ്റിത്തരാം കേട്ടോ. ഇവമോക്ക് സന്തോഷായിട്ടോ. അപ്പൊ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.